ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ്. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ 34ഓളം സ്റ്റിച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസിക് സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. 34ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്ട്രൈറ്റ് സ്റ്റിച്ചാണ്. ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ഫ്ലവറിനെ കുറിച്ചിട്ട് തന്നെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ട്യൂലിപ്പ് ഫ്ലവർ എന്നാണ് കേട്ടോ ഫ്ലവറിൻ്റെ നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലൊന്നും ചെയ്ത് കാണിക്കണില്ല, നമ്മൾ നേരെ ഫ്രെയിമിൽ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്രെയിമിൽ ക്ലോത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിക്ചർ അതിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവർ 3 രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ 3 പിക്ചർ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യത്തെ പിക്ചറിലെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിച്ച് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർക്കൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷനാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണുക. 34 ക്ലാസ്സുകളാണ് കേട്ടോ നമ്മളിതുവരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ട്യൂലിപ്പ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാമെന്നും കൂടെ നോക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ അവർ ചെയ്ത വർക്കൊക്കെ സെൻഡ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ട്യൂലിപ്പ് ഫ്ലവർ ചെയ്യാൻ നോക്കാം. ഈ തണ്ടിൻ്റെ സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മാറഴ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ഇനി അതുപോലെ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് മാറഴ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 3 ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടാവും. പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് നോർമൽ സ്റ്റിച്ച് നമുക്ക് ഈ 3 ലൈനിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ വേറൊരു സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. ഈ 3 സ്റ്റിച്ചും കൊടുത്താൽ നമ്മൾ ട്യൂലിപ്പ് ഫ്ലവർ കംപ്ലീറ്റ് ആവില്ല കേട്ടോ. ഇതിൽ വേറൊരു സ്റ്റിച്ചും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു സ്റ്റിച്ചാണ് ലേസി ഡേസി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചും കൂടെ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് 3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തതിനായിട്ട് സൂചി കുത്തിയിറക്കുക കേട്ടോ. ഇവിടെ ത്രെഡ് ഫുള്ള് വലിച്ചെടുക്കാതെ ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി ഒന്നും കൂടെ മുകളിലേക്ക് കുത്തിയെടുക്കുക. ആ കുത്തിയെടുക്കുന്നത് നമ്മൾ സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ അതിൻ്റെ തൊട്ടടുത്തുനിന്നാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഫ്ലവേഴ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ആ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ട്യൂലിപ്പ് ഫ്ലവർ ചെയ്ത് കാണിക്കുന്നത്. ഇനി 2 രീതിയിലും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാതും കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്കൊക്കെ ചെയ്യാം കേട്ടോ. എന്നാലാണ് നമുക്ക് ഫുള്ള് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. ഒരുപാട് ഫ്രണ്ട്സ് എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ നോട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോട്ട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 29 ക്ലാസ്സോളമുള്ള നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 30 ക്ലാസ് മുതൽ 40 ക്ലാസ് വരെയുള്ള സ്റ്റിച്ചിൻ്റെ നോട്ട്സ് നമ്മൾ 3-ാം പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ 35ാമത്തെ ക്ലാസ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 5 സ്റ്റിച്ചും കൂടെ നമുക്ക് പഠിക്കാണ്ട്. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നോട്ട്സ് അപ്ലോഡ് ചെയ്യുക. നേരത്തെ ചെയ്ത ഫ്ലവറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ ചെയ്യുന്നത് കണ്ടാൽ ഒരുപോലെ തന്നെ തോന്നുക. ആദ്യം നമ്മൾ സ്ട്രൈറ്റ് സ്റ്റിച്ചാണല്ലോ നേരത്തെ ചെയ്തത്. ഇതിലാദ്യം നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മളിതാ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം അത് ലോക്കാക്കിയതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മളൊന്നും കൂടെ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മോഡലിലാണ് വേറൊരു മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. ട്യൂലിപ്പ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചെയ്ത സ്റ്റിച്ച് നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. കാരണം ഈ സ്റ്റിച്ച് നല്ല ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവില്ലേ? കാരണം ഡേസി സ്റ്റിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, സ്ട്രൈറ്റ് സ്റ്റിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാരണം ഇത് നല്ല ഈസി ആയിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ഡിസൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ തന്നെയാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. ഒരു ബോർഡർ സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത്. ആദ്യം നമ്മളൊരു ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്തതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോയിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഈ സ്റ്റിച്ച് കൊണ്ട് നമ്മൾ തണ്ടൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. സ്റ്റിച്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ക്ലാസ് 1 മുതലുള്ള ക്ലാസ്സുകൾ കണ്ടു വന്നിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ അതുപോലെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ നമ്മൾ ഈ എംബ്രോയിഡറി ചെയ്തതൊക്കെ നമ്മളൊരു ബുക്കിലാക്കിയിട്ട് റെക്കോർഡ് പോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും എടുത്തിട്ട് നോക്കാൻ, അതുപോലെ സൂക്ഷിച്ച് വെക്കണേലും നല്ല വൃത്തിയിൽ നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയും. അല്ലാതെ ഈ ക്ലോത്ത് മാത്രം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം അത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. കാരണം അതിലിങ്ങനെ ഓരോ മഷി പോലെ ഇങ്ങനെ വരും കേട്ടോ, ഓരോ കളറ് അതിലിങ്ങനെ പിടിക്കും കേട്ടോ. അത് കാരണമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും റെക്കോർഡ് പോലെ ചെയ്ത് വെക്കാം കേട്ടോ. ഇതാ നമ്മൾ തണ്ടിന് കൊടുത്ത സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തത് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളൊരു ലീഫിൻ്റെ രൂപത്തിൽ വരച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തും നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഡേസി സ്റ്റിച്ച് തന്നെ നമുക്ക് ഈ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് കൊടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. ആദ്യം എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുക്കുക, എന്നിട്ട് രണ്ടാമത്തേതിൽ എടുക്കുക, പിന്നെ അങ്ങനെ ആദ്യം ചെയ്തത് എടുക്കുക, അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. രണ്ടാമത്തേതിലെടുത്തു, ഇനി ആദ്യത്തേതിൽ തന്നെ കൊണ്ടുപോയിട്ട് എടുക്കുക കേട്ടോ. ഒരു മുട്ട് പോലെയാണ് ഇത് വരിക കേട്ടോ. നമ്മളിങ്ങനെ ഫ്ലവറിൻ്റെ ഒക്കെ മുട്ടുണ്ടാവുമല്ലോ, അങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുത്താൽ കിട്ടുക. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. ഈ ട്യൂലിപ്പ് ഫ്ലവർ നമുക്ക് ഈ സ്റ്റിച്ച് കൊണ്ട് ചെയ്താൽ, ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഒന്നായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്, ഇത് 3 എണ്ണമായിട്ട് അതിൻ്റെ 2 സൈഡിലും ഓരോന്നായിട്ടും ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, ഞാനിതാ ഒന്നായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ലാഗായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മളിതൊരു 4 വട്ടമൊക്കെ നമ്മൾ ചുറ്റിയിട്ട് നമുക്കത് സൂചി അടിയൊക്കെ കുത്തി ഇറക്കിയിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൻ്റെ തണ്ടിനാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ. സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ തണ്ടിനൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാനിതിന് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഒരു നിശ്ചിത അകലമൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ നീഡിൽ കുത്തി ഇറക്കൂലേ, അത് ആദ്യം നമ്മൾ ചെയ്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുക. അതായത് നമ്മൾ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇറക്കിയിരുന്നു. 3 ത്രെഡ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്ന രീതിയിൽ 6 ത്രെഡിൻ്റെ 3 ത്രെഡിൻ്റെ നടുവിലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ അങ്ങനെയുള്ള കുത്തി ഇറക്കുന്നത്. ഇതതിന് പകരമായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഒന്നങ്ങോട്ട് നീക്കിയിട്ട് സൂചി ആ ലൈനിൽ നമ്മൾ അടിയിൽ വരച്ചു കൊടുത്ത ലൈനിൽ നമ്മൾ കുത്തി ഇറക്കാണ്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ അടുത്ത മോഡലിൽ ട്യൂലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ട്യൂലിപ്പ് ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇതാ സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മൾ കുത്തി ഇറക്കുകയാണ്. ത്രെഡ് ഫുള്ള് വലിച്ചെടുക്കാതെ
അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒന്നും കൂടെ നീഡിൽ മുകളിലേക്ക് എടുക്കാൻ കേട്ടോ. ഇതുപോലെയാണല്ലോ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്മൾ നേരെ തിരിച്ചിട്ട് ചെയ്യണത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തത് നേരെ തിരിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ നമ്മൾ ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 ലൈനും കൂടെ വരച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ ലോക്കാക്കിയില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കൊടുത്തിട്ട് നമ്മൾ മറ്റേ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നമ്മൾ കുത്തി ഇറക്കുക കേട്ടോ. അങ്ങനെ 2 ലൈനും പിന്നെ ഒരു ഇതളും അങ്ങനെ എല്ലാ രീതിയിലാണ് നമ്മളിത് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണത് ചെയ്തെടുക്കാൻ, നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചുമാണ്. ഇനി ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് നേരെ തല തിരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒരു ലൈനിൽ നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഈ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് മറ്റേ ലൈൻ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ കൊണ്ടുപോയിട്ട് കുത്തി ഇറക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇത് എല്ലാത്തിനേക്കാട്ടിലും ഭംഗി കൂടുതലാണ്. ഒരുപാട് ഇപ്പോൾ 2 ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ തോന്നുന്നത്. ഒരുപാട് ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഡ്രസ്സിലോ അല്ലെങ്കിൽ ബാഗിലോ അങ്ങനെയൊക്കെ എംബ്രോയ്ഡറി ചെയ്ത് നോക്കുക. പുതിയതായിട്ടുള്ള ഡ്രസ്സിലൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്താൽ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് വരാം.